കള്ളവും കവടി നിരത്തിനുമായി വീണ്ടും ചില മാധ്യമങ്ങൾ ഒരടിസ്ഥാനവുമില്ലാത്ത തേഞ്ഞൊട്ടിയ ദുർബലവാദങ്ങളുമായി വന്ന ഒരു വിവാദ വ്യവസായിയുടെ പിൻബലത്തിൽ പതിരും കല്ലും നോക്കാതെ ചിലർ അച്ചുനിരത്തി നിക്ഷിപ്ത താൽപ്പര്യക്കാരൻ്റെ ചിതലരിച്ച വാദങ്ങളിലെ യുക്തി പോലും പരിഗണിച്ചില്ല. കാരണം CPM-നെതിരെയാണല്ലോ. അത് അങ്ങനെ അങ്ങ് ചാമ്പിക്കളയാം എന്ന് ധരിച്ചവർക്ക് പക്ഷേ തെറ്റി. മുൻകാലത്തെ പോലെ സിൻഡിക്കേറ്റ് പരിപാടി ഇപ്പോൾ ഫലിക്കില്ല, നടക്കില്ല. ഇതാ വ്യാജ പരാതിക്കാരനെതിരെ CPM നിയമ നടപടിക്ക് നീങ്ങുകയാണ്. FB പോസ്റ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് പരാതിക്കാരൻ തന്നെ പോസ്റ്റ് ചെയ്തത് ചില മാധ്യമങ്ങൾ രഹസ്യരേഖയാക്കുന്നു. ഇപ്പോൾ CPM-നെതിരെ അടിമുടി വൈരുദ്ധ്യങ്ങൾ, അസത്യങ്ങളുടെ മാലപ്പടക്കങ്ങൾ. സിൻഡിക്കേറ്റ് പാക്കേജിൻ്റെ ആ പഴയ പല്ലവി ഒന്ന് എടുത്തു പറയാം. ഒരു കാലം അത്രയും വേട്ടയാടിയ കോടിയേരിക്ക് എന്തായാലും മാധ്യമങ്ങൾ ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുന്ന കാഴ്ച ഇന്ന് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ശത്രു CPM-ൻ്റെ വർത്തമാനകാലത്തെ സെക്രട്ടറിയാണല്ലോ. മലയാള അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്തിയ അസംബന്ധവും അവാസ്തവവുമായ ആരോപണങ്ങളിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ തെറ്റായ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയ ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. വ്യാജ ആരോപണങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും നടത്തുന്ന ഇയാൾ നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണം. അല്ലാത്തപക്ഷം മറ്റ് നിയമ നടപടികളിലേക്ക് പോകും. തീർത്തും അടിസ്ഥാനരഹിതവും വ്യാജവുമായ ആരോപണങ്ങളാണ് ഷർഷാദ് ഉന്നയിച്ചത്. പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിൽ. ആരോപണങ്ങൾ പിൻവലിച്ച് ഷർഷാദ് പ്രസ്താവന ഇറക്കണം. അപകീർത്തികരമായ ആക്ഷേപങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും വക്കീൽ നോട്ടീസിൽ CPM സംസ്ഥാന സെക്രട്ടറി ഷർഷാദിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.